ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ഇന്ന് നോമ്പിൻ്റെ 5-ാമത്തെ ദിവസം. ഇന്ന് പരിശുദ്ധ കുർബാനയുടെ തുടക്കത്തിലെ നമ്മുടെ പ്രാർത്ഥനയെ പറ്റിയാണ് അച്ഛൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുക. വിശുദ്ധ കുർബാനയുടെ സീറോ മലബാർ സഭയുടെ വിശുദ്ധ കുർബാനയുടെ ഓരോ ഭാഗവും തുടക്കം മുതൽ അവസാനം വരെയുള്ള ഓരോ വാക്കും കാച്ചിക്കുറുക്കി ചേർത്ത് വെച്ചിട്ടുള്ളതാണ്. ഹൈലി തിയോളജിക്കൽ എന്ന് നമ്മൾ അതിനെ പറയും. അപ്പോൾ ഒന്നും വിട്ടുകളയാനില്ല. അപ്പോൾ നമ്മൾ തുടങ്ങുന്നത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഏറ്റവും വലിയൊരു ത്രിത്വ ആരാധനയാണ്. ഏറ്റവും സിമ്പിളായിട്ട് പരിശുദ്ധ ത്രിത്വത്തെ ആരാധിക്കുന്ന പ്രാർത്ഥനയാണ് ത്രിത്വസ്തുതി. പൗരസ്ത്യ പാരമ്പര്യം അനുസരിച്ച് ഈ പിതാവിനും പുത്രനും വെക്കണമെന്നില്ല. എങ്കിലും ഞാൻ ഇരിയാലക്കുടയിലെ അച്ഛനാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു പാരമ്പര്യം അനുസരിച്ച് ഞങ്ങൾ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവും വെച്ചിട്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ നമ്മുടെ ചിന്തകളെ, നമ്മുടെ ഹൃദയത്തെ, നമ്മുടെ വിചാരങ്ങളെ, നമ്മുടെ പ്രവർത്തന മേഖലകളെ എല്ലാം പരിശുദ്ധ ത്രിത്വൈക ദൈവത്തിന് സമർപ്പിച്ച് നമ്മൾ അനുഗ്രഹം ചോദിച്ചുകൊണ്ടാണ് വിശുദ്ധ കുർബാന ആരംഭിക്കുക. നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രധാനപ്പെട്ട കാര്യങ്ങളും നമ്മൾ എഴുന്നേൽക്കുമ്പോൾ കുരിശ് വരച്ചിട്ടാണ് ആരംഭിക്കുക. നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മൾ കുരിശ് വരച്ചിട്ടാണ് ഉറങ്ങാൻ കിടക്കുന്നത്. നമ്മുടെ എല്ലാ പ്രധാനപ്പെട്ട കാര്യങ്ങളും നമ്മൾ വിശുദ്ധ കുരിശ് വരച്ചിട്ടാണ് ആരംഭിക്കുന്നത്. പരിപൂർണമായിട്ട് ത്രിത്വൈക ദൈവത്തിന് സമർപ്പിക്കുകയാണ്. നമ്മുടെ വിശുദ്ധ കുർബാനയിലെ മിക്കവാറും എല്ലാ പ്രാർത്ഥനകളും അവസാനം ഒന്നുകിൽ സകലത്തിൻ്റെയും നാഥ എന്നേക്കും എന്നായിരിക്കും, അല്ലെങ്കിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും എന്നാണ്. അപ്പം ത്രിത്വൈക ദൈവത്തെ ആരാധിക്കലാണ് ശരിക്കും നമ്മുടെ വിശുദ്ധ കുർബാനയുടെ ഉള്ളടക്കം. എല്ലാ പ്രാർത്ഥനകളും അങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ചിന്തയോടുകൂടി നാളെ തുടങ്ങി വിശുദ്ധ കുർബാനയിൽ പങ്കുചേരണം. നമ്മുടെ ബുദ്ധിയെ, നമ്മുടെ മനസ്സിനെ, നമ്മുടെ പ്രവർത്തന മേഖലകളെ കർത്താവെ അങ്ങേക്ക് സമർപ്പിക്കുന്നു എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബോധപൂർവം കുരിശ് വരച്ച് നാളെ മുതൽ വിശുദ്ധ കുർബാന ആരംഭിക്കാൻ പരിശ്രമിക്കണേ. സന്മനസ്സുള്ളവർക്ക് സമാധാനം.